ഇപ്പോൾ എല്ലാ സമയക്രമങ്ങളും തെറ്റി പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഇതൊക്കെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പലതരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ഈ പൊതുദർശനത്തിലൊക്കെ ഉണ്ടാകുമെന്ന് കൂടിയാണ് മനസ്സിലാക്കുന്നത്. സെയ്ഫ് സൈനുലാബ്ദീൻ കൂടെ ചേരുകയാണ്. സെയ്ഫ്, അഭൂതപൂർവമായ ഒരു കാഴ്ചയാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ ആളുകളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് മഴയെന്നോ മഞ്ഞെന്നോ വെയിലെന്നോ ഒന്നുമില്ല, അവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, ഞങ്ങളുടെ VS-നെ ഒന്ന് കാണണം, അദ്ദേഹത്തിന് മരണമില്ല. അങ്ങനെ പറഞ്ഞ് ഒരു ജനസാഗരമായി ദേശീയപാതയോരത്ത് ഇരുവശങ്ങളിലുമായി നിലയുറപ്പിച്ചിരിക്കുന്ന ജനക്കൂട്ടങ്ങളെ, അവരുടെ വാക്കുകളേക്ക് അവിശ്വസനീയതോടെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. VS ആരാണ്, VS എന്താണ്, നമുക്കിനിയും മനസ്സിലാക്കാൻ കഴിയാത്തൊരു വലിയ സഖാവിന് യാത്രയയപ്പ് നൽകാനൊരുങ്ങുമ്പോൾ അതിവൈകാരികമായ നിമിഷങ്ങൾ കൂടി പലയിടത്തു നിന്ന് കാണുകയാണ് സെയ്ഫ്. അത്തരം രംഗങ്ങൾ തന്നെയാണ് ഇപ്പോൾ സെയ്ഫിന് ചുറ്റും നടക്കുന്നതും. അതെ, ഞാൻ DC ഓഫീസിന് മുന്നിലാണുള്ള ജിൽസി. ഇപ്പോൾ VS അച്യുതാനന്ദനെ അവസാനമായി കാണാൻ വേണ്ടി ഇത്രയും ജനത്തിരക്കില്ല എങ്കിലാണ് നമുക്ക് അത്ഭുതം തോന്നേണ്ടത്. ജനത്തിരക്കുണ്ട് എന്നുള്ളത് ഒരു അത്ഭുതമായി നമുക്ക് കാണാൻ കഴിയില്ല. കാരണം VS-നെ കാണാൻ ഇത്രയും ജനം കൂടിയില്ലെങ്കിലാണ് അത്ഭുതം ഉണ്ടാകുന്നത്. ഇപ്പോൾ VS അച്യുതാനന്ദൻ ആ വിലാപയാത്ര ഇവിടെ അമ്പലപ്പുഴ കഴിഞ്ഞ് ഇവിടത്തേക്ക് എത്തിച്ചേരാൻ കുറേ സമയം എടുക്കും. ആദ്യം വീട്ടിലേക്കാണ് പോകുന്നത്, അതിനുശേഷമായിരിക്കും ഇപ്പോൾ ഞാൻ നിൽക്കുന്ന DC ഓഫീസിലേക്ക് എത്തിച്ചേരുന്നത്. പക്ഷേ ഇവിടുത്തെ ഈ ക്യൂ അതിവിടെ നിന്ന് തുടങ്ങി. ഇപ്പോൾ ഞാൻ ദൃശ്യങ്ങൾ അത് പൂർണ്ണമായിട്ട് കാണിച്ചു തരാം. ഇവിടെ നിന്ന് തുടങ്ങി, DC ഓഫീസിൽ നിന്ന് തുടങ്ങി ഇവിടെ നിന്ന് ആ റോഡിലേക്ക് കടന്ന് റോഡിൻ്റെ ഇടത്ത സൈഡിലേക്ക് ആ ക്യൂ എത്തിച്ചേരുന്നുണ്ട്. അങ്ങനെ മണിക്കൂറുകളോളം നീണ്ട ക്യൂ ഉണ്ടാകും. പക്ഷേ VS-നെ കണ്ടിട്ടേ പോകൂ എന്നുള്ള വാശി ഒരു പക്ഷേ ഇവർക്കെല്ലാവർക്കും ഉണ്ടാകും. VS-നെ അവസാനമായി കാണാൻ വേണ്ടി വന്നതാണ്. അവസാനമായി കാണാൻ വന്നത് സഖാവിനെ ഒരു നോക്ക് അവസാനമായി കാണാൻ. തലശ്ശേരി ഞാൻ വരുന്നത്. നാട് ഇവിടെ തന്നെയാണോ? തലശ്ശേരി ചുക്ലി പഞ്ചായത്ത്. കണ്ണൂരിൽ നിന്ന് ഇന്നലെ രാത്രി തിരിച്ചതാ? ഇന്നലെ സന്ധ്യക്ക് തിരിച്ചതായിരുന്നു. ഇന്നലെ 7 മണിക്ക് തിരിച്ച് ഇന്ന് രാത്രി പുലർച്ചയുടെ എത്തി. ഇപ്പോൾ ഇത് ക്യൂ നിൽക്കാണ്. അവസാനം നമ്മളെ വിപ്ലവ നായകനെ കണ്ടിട്ടേ പോവുള്ളൂ. ഈ അത്രയും സ്നേഹം ഉണ്ട്. ഉണ്ട്. വിപ്ലവ നായകൻ തന്നെ, സ്നേഹമുണ്ട്. സഖാവല്ലേ, അവസാനത്തെ കണ്ണിയാ. അതിന് ഇതുപോലത്തെ ഒരു നേതാവിനി ഉണ്ടാവുമോ എന്നുള്ളതാണ് നമുക്കുള്ളൊരു ആശയവും ആവലാതിയും ഒക്കെ ഉള്ളത്. അതിനെപ്പറ്റി ആ നേതാവിൻ്റെ വിയോഗമാണ് ഇതിന് നേരെ അവസാനമായി കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ എത്തിയിട്ടുള്ളത്. കണ്ടിട്ട് പോകും. അതെ, ഒരു കണ്ണൂരിൽ നിന്ന് വന്ന ആൾക്കാരാണ്, വിവിധ ജില്ലകളിൽ നിന്ന് വന്ന ആൾക്കാരാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി. എവിടെ നിന്നാണ്? ഇവിടെ ഉള്ളതാണോ? വയനാട് നിന്ന് വരികയാണ്. VS അച്യുതാനന്ദന് സഖാവിന് വയനാട് ജില്ലയുടെ അനുശോചനം നേരിട്ട് അറിയിക്കാൻ വേണ്ടി വയനാട് ജില്ലയിൽ നിന്ന് വരികയാണ് ഞങ്ങൾ. ഇന്നലെ ഇത് അറിഞ്ഞ ഉടനെ തിരിച്ചോ അതോ പുലർച്ചെയാണോ തിരിച്ചോ? എപ്പോഴാണ് ഇറങ്ങി? ഇന്നലെ 4 മണിക്ക് മാനന്തവാടിയിൽ നിന്ന് തിരിക്കുകയാണ് ഉണ്ടായത്. 70 സഖാക്കൾ ഒരുമിച്ച് വരികയാണ്. അല്ലെ, സഖാവ് വയനാട് ജില്ലയ്ക്ക് ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വയനാട് ജില്ലയിൽ സഖാവ് കർഷകരെയും കർഷക ജനതയും ചേർത്ത് നിർത്തിയൊരു സഖാവ്. 2006 മുമ്പ് UDF ഭരണകാലത്ത് ഒട്ടനവധി കർഷക ആത്മഹത്യ നടന്നൊരു ജില്ലയാണ്, പിന്നോക്ക ജില്ലയാണ് വയനാട് ജില്ല. ആ വയനാട് ജില്ലയിലൂടെ ഒരു പ്രത്യേക പാക്കേജ് തന്നെ 2006 മന്ത്രിസഭയിൽ നടത്തിക്കൊണ്ട് ആ വയനാടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ത്യാഗോജ്വല പ്രവർത്തനം നടത്തിയ ഒരു സഖാവ്. ആ സഖാവിനെ പറയുമ്പോൾ ശരിക്കും സഖാവിനെ കുറിച്ച് പറയുമ്പോൾ വയനാട്ടുകാർക്ക് ഏറെ വിഷമകരമായൊരു ദുഃഖം നമ്മൾ ഈ ദുഃഖം രേഖപ്പെടുത്തുകയാണ് ഈ സന്ദർഭത്തിൽ. അതെ, അത് കണ്ണൂരിൽ നിന്നുള്ള ആൾക്കാർ, വയനാട്ടിൽ നിന്നുള്ള ആൾക്കാർ എവിടെ നിന്ന് വരുവാ? വയനാട്ടിൽ നിന്ന് സഖാവിനെ കാണാൻ. വയനാട് നിന്ന് എല്ലാവരും ഒരുമിച്ച് വന്നതാണ്. ഇന്നലെ രാത്രി തന്നെ തിരിച്ചു. ഇന്നലെ രാത്രിയല്ല, വൈകുന്നേരം 4 മണിക്കേ തിരിച്ചു. VS-നോട് വല്ലാത്ത സ്നേഹം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഉറപ്പിച്ചു. അത് തന്നെയാണ് ഞങ്ങൾക്ക്. കണ്ണും കരളുമാണ് VS അണികൾക്ക്. നമ്മള് 3 ദിവസമായിട്ട് അത് പണ്ട് നമ്മൾ കേട്ടു. 2019 മുമ്പ് VS വരുന്ന പരിപാടികളെല്ലാം കേട്ടിട്ടുണ്ട്. എവിടെ നിന്ന് വരിക? മലപ്പുറം. ഇന്നലെ തിരിച്ചതാ? അതെ, ഞങ്ങളെ ഇന്നലെ തിരിച്ചതാണ്. ഇന്നലെ ഏകദേശം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 7:30 മണിക്ക് ഇറങ്ങുക. അതിന് മലപ്പുറത്തുനിന്ന് ഇവിടെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അറിയാലോ, അതിൻ്റെ ഒരു വികാരം സഖാവ് VS എന്നുള്ളത് തന്നെയാണ്. അത് ഞങ്ങളെ സംബന്ധിച്ച്, ഈ 3 ആളുകളെ സംബന്ധിച്ച് മാത്രമല്ല, ഈ ലോക മലയാളികൾ മുഴുവൻ ഇന്ന് കണ്ണീരോട് കൂടിയുള്ളൊരു വാർത്ത 2 ദിവസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പരിച്ഛേദമാണ്. നമ്മളൊക്കെ അറിയാം, പാർട്ടി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിന് നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തതിന് ശേഷം ഈ സമയം വരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അപാലവൃദ്ധം ജനങ്ങൾ, കുട്ടികളടക്കം കണ്ണീരോടുള്ള മുദ്രാക്കം വിളിച്ചിട്ട് സഖാവ് VS-ന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുക എന്നുള്ളത് തന്നെ നമുക്കറിയാം.
VS-ന്റെ ഒരു നൂറ്റാണ്ട് കാലത്തെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്തു പോയിട്ടുള്ള വലിയൊരു നേട്ടമാണ്. പൊളിറ്റിക്കാരുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത് സാധാരണക്കാരായ മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് VS 80-ാമത്തെ വയസ്സിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായി. അതിനപ്പുറത്ത് 50 കൊല്ലക്കാലം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ മെമ്പർഷിപ്പിൽ ഇരുന്ന് അത്തരത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് നേതൃത്വത്തിലിരുന്ന സഖാവ് VS-നെ സ്മരിക്കുക എന്നല്ലാതെ മറ്റു വാക്കുകൾ ഈ ആദരവോടുകൂടി പറയാൻ ഞങ്ങൾക്കില്ല. അതെ, വിവിധ ജില്ലകൾ ഇപ്പോൾ കണ്ണൂരുകാരെ കണ്ടു, വയനാടുകാരെ കണ്ടു, മലപ്പുറംകാരെ കണ്ടു. എവിടെ നിന്ന് വരുവാ? കണ്ണൂർ കുത്തുറമ്പ് പിണറായി. എത്ര നേരം നിന്നാലും കണ്ടിട്ടേ പോകത്തുള്ളൂ. അത് പിന്നെ നമ്മൾ ഇത്രയും കിലോമീറ്റർ അകലത്താണ് വന്നത്. ഇന്നലെ വന്നതാണ്. ഉറങ്ങിയിട്ടില്ല, പല്ല് വെച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല, ഒന്നുമില്ല. VS എന്ന് പറഞ്ഞാൽ ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഒരു ഇതിഹാസമല്ലേ. നെഞ്ചിൽ കുത്തിയേക്കാണ്. ആണ് VS. ആ VS-നെ നിങ്ങളെ പോലുള്ള പത്രക്കാർ 2-3 VS അച്യുതാനന്ദനെ കാണാൻ വേണ്ടി എന്ത് ഈ ചങ്കിനകത്ത് റോസാപ്പൂ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം റോസ് VS-ന് വെക്കാൻ വേണ്ടിയാണോ? ഇവിടെ നാട് ഇവിടെ തന്നെയാണോ? കയ്യൂർ കണ്ണൂരിൽ നിന്ന് കാസർഗോഡ്. ഓക്കെ, സോറി, പെട്ടെന്ന് പറഞ്ഞപ്പോ തെറ്റിപ്പോയി. കാസർഗോഡ്. ഇന്നലെ രാത്രി തിരിച്ച? ഇന്നലെ 5-6 മണിക്കൂട്ട്. ഇന്ന് രാവിലെ കുറച്ച് 6 മണിക്കൂടെ എത്തി. ഈ റോസാപ്പൂ എവിടെ നിന്ന് മേടിച്ചു? വീട് കടയിൽ നിന്ന് മേടിച്ചു. VS-നെ കാണുമ്പോൾ വെക്കുക എന്നുള്ളതാണ്. കുറച്ചുകൂടെ വൈകും വരാൻ വേണ്ടി, എങ്കിലും കുഴപ്പമില്ല. നാളെ ആയാലും കണ്ടിട്ട് പോകുന്നില്ല. അതെ, VS-നെ കാണാൻ വേണ്ടി ഇനി നാളെ ആയാലും കണ്ടിട്ടേ പോകത്തുള്ളൂ എന്നുള്ളതാണ്. ആൾക്കാർ ക്യൂ നിന്ന് ഏതാണ്ട് കുഴഞ്ഞിരിക്കുന്ന ആൾക്കാർ എല്ലാം ഉണ്ട്. VS-നെ കണ്ടിട്ടേ പോകൂ എന്ന് വാശി പിടിച്ച് വരുന്ന ആൾക്കാരുണ്ട്. ഈ